ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും നമ്മൾ അവിടെയുള്ള ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ലെറ്റ് us see the factors that influence climate of an area. അതായത് ഒരു ഏരിയയുടെ ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ദ ലാറ്റിറ്റ്യൂഡ്, ദ ആൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, വിൻഡ്. ഏതൊക്കെ 5 ഘടകങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു പ്രദേശത്തിലെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് ഓഫ് ആൻ ഏരിയ? ദ ലാറ്റിറ്റ്യൂഡ്, ദ ആൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, proximity to ocean, wind. First one, what is latitude? The latitude എങ്ങനെയാണ്? How the latitude influence the climate of an area? എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നമുക്ക് നോക്കാം. The climate experience are different on either side of Tropic of Cancer and important latitude. The northern part of Tropic of Cancer experience temperate climate while the southern part has tropical climate. അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അക്ഷാംശം. അതായത് നമ്മൾ ഗ്ലോബിൽ നോക്കുമ്പോൾ ഓരോ രേഖകൾ, ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്, വേർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. അതിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശ രേഖകൾ. അതിൽ ഏറ്റവും സെൻറ്ററിൽ 0 ഡിഗ്രി ലൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇക്വേറ്റർ. ഓക്കെ, അത് കഴിഞ്ഞ് 0 ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 23.5 ഡിഗ്രി ഉണ്ട്, 23.5 ഡിഗ്രി ഉണ്ട്. അതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതായത് നോർത്തിൽ വരച്ചതാണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറും പിന്നെ അയനാന്ത രേഖകളാണ് ഈ 23.5 ഡിഗ്രി നോർത്തിലും സൗത്തിലും കാണുന്നത്. ഉത്തരായന രേഖയുണ്ട്, ദക്ഷിണായന രേഖയുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ഇതാണ് അക്ഷാംശ രേഖകൾ. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ ലൈൻസ്. പിന്നെ ലോങ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതെങ്ങനെയാണ്? വേർട്ടിക്കലായിട്ടാണ് വരക്കുന്നത്. ഇത് നമുക്ക് ഗ്ലോബ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലാറ്റിറ്റ്യൂഡ്സ്. എവിടെയാണോ ഒരു രാജ്യം ഏത് അക്ഷാംശ രേഖയിലാണ്, അപ്പോൾ ഒരു രാജ്യത്തിൽ ഏത് അക്ഷാംശ രേഖയാണ് കടന്നു പോകുന്നത് അവിടെ എന്തുണ്ടാവും? ക്ലൈമറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 23.5 എന്നാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് നോർത്തിൽ, സൗത്തിലാവുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ഇവിടെ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ആർ ഡിഫറെൻ്റ് ഓൺ ഐദർ സൈഡ് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്. നമ്മൾ പറഞ്ഞു 23.5 ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ 66 ഉണ്ട്, 90 ഡിഗ്രി ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ വിശദമായിട്ട് ഇപ്പോൾ പഠിക്കുന്നില്ല, പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലാറ്റിറ്റ്യൂഡ്. ഈ ലാറ്റിറ്റ്യൂഡ് നമ്മളെന്താ പറയുന്നത്? ഓരോ സൗത്ത് റീജിയനിലും നോർത്ത് റീജിയൻ, അതാണ് ഐദർ സൈഡ് ഓഫ് എന്ന് പറയുക. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 2 ഉണ്ട്, ഉത്തരായനം ഉണ്ട്, ദക്ഷിണായനം ഉണ്ട്. അപ്പോൾ 2 സൈഡിലും വ്യത്യസ്തമായ കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നതെന്നാണ് പറയുന്നത്. നോർത്തേൺ പാർട്ട് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എക്സ്പീരിയൻസ് ടെമ്പറേറ്റ് ക്ലൈമറ്റ് വൈൽ സദേൺ പാർട്ട് ഹാസ് ട്രോപ്പിക് ഓഫ് ക്ലൈമറ്റ്. രണ്ടും 23.5 ഡിഗ്രിയാണ്. പക്ഷേ ഒന്ന് നോർത്തേൺ പാർട്ട്, ഒന്ന് സദേൺ പാർട്ടാണ്. നോർത്തേൺ പാർട്ടാണെങ്കിൽ ടെമ്പറേറ്റ് ക്ലൈമറ്റാണ് നമുക്ക് അനുഭവം. ഇക്വേറ്ററിൻ്റെ തൊട്ടു മുകളിലായിട്ട് വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈനാണ് ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. അതായത് ചൂട് അധികം കൂടുതലില്ല. എന്നാൽ വൈൽ സദേൺ പാർട്ട് ഹാസ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഇവിടെ ഉഷ്ണ കാലാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുന്ന സദേൺ പാർട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്? നോർത്തിലും സൗത്തിലും വ്യത്യസ്തമായ കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതെങ്ങനെ അനുഭവപ്പെടും? നോർത്തേൺ പാർട്ട് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എക്സ്പീരിയൻസ് ടെമ്പറേറ്റ് ക്ലൈമറ്റ് വൈൽ സദേൺ പാർട്ട് ഹാസ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. എവിടെയാണ് ടെമ്പറേറ്റ് ക്ലൈമറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ, നോർത്തേൺ പാർട്ട് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. While southern part of tropical climate, southern part experience
ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഓക്കെ, രണ്ടും വ്യത്യസ്തമായ കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നോർത്തേൺ പാർട്ടിൽ മിതോഷ്ണ കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ സദേൺ പാർട്ടിൽ നമുക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇനി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് വിൻ്റർ ആൻഡ് സമ്മർ സീസൺ ഇൻ ട്രോപ്പിക്കൽ റീജിയൻ ഈസ് ജനറലി moderate, but the difference is generally greater in the temperate regions. അതായത് വേനൽക്കാലത്തും മഞ്ഞുകാലത്തും വിൻ്റർ സീസൺ അല്ലേ, മഞ്ഞുകാലത്തും ട്രോപ്പിക്കൽ റീജിയൻ മിതോഷ്ണ മേഖലയിൽ ഒരു മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുമ്പോൾ ഈ സമ്മറിലും വിൻ്ററിലും വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയാണ് എവിടെ അനുഭവപ്പെടുന്നത്? ടെമ്പറേറ്റ് റീജിയൻ മീൻസ് സദേൺ പാർട്ട് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ലാറ്റിറ്റ്യൂഡിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം? ക്ലൈമറ്റിൽ ഒരുപാട് വ്യത്യാസം അനുഭവപ്പെടും. നോർത്തേൺ പാർട്ടിൽ ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണെങ്കിൽ സദേൺ പാർട്ടിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വിൻ്ററിലും സമ്മർ സീസണിലും ട്രോപ്പിക് റീജിയൻ എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ്? ഉഷ്ണമേഖല. ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വ്യത്യാസം കൂടുതൽ ഉണ്ടാകുന്നത് ഏത് ക്ലൈമറ്റിലാണ്? മിതോഷ്ണ മേഖല റീജിയൻസിലാണ് അല്ലേ. മിതോഷ്ണ കാലാവസ്ഥ അനുഭവപ്പെടുന്ന റീജിയൻ, അതായത് നോർത്തേൺ പാർട്ട്. ദെൻ ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കുട്ടീൻ്റെ ഇതുണ്ട്, നമുക്ക് സമയമില്ല, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. Have you ever thought why place like മൂന്നാർ, ഊട്ടി experience cold climate? നമ്മളെല്ലാവരും ടൂർ പോകുന്ന സ്ഥലങ്ങളാണ്. വളരെ നല്ലൊരു കാലാവസ്ഥ അനുഭവപ്പെടുന്ന സ്ഥലമാണ് മൂന്നാർ, ഊട്ടി. ഭയങ്കര കോൾഡ് ക്ലൈമറ്റ് നമുക്ക് പോയവർക്കൊക്കെ മനസ്സിലാവും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്? ഹൈറ്റ് കൂടുതലാണ്. ഡോണ്ട് യു റിമെമ്പർ ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ വി സ്റ്റഡീഡ് അബൌട്ട് നോർമൽ ആബ്സറേറ്റ്? മനസ്സിലായി? ഫിസിയോഗ്രഫി നമ്മളോട് പറയുന്നതാണ്. ഫിസിയോഗ്രഫിയാണ് അടുത്ത ഘടകം. ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡ്, സെക്കൻഡ് വൺ നമ്മൾ എന്താ പഠിക്കുന്നത്? ഫിസിയോഗ്രഫി. ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നു. മോയ്സ്ചർ ലാഡൻ വിൻഡ് ആർ ഒബ്സ്ട്രക്റ്റഡ് ബൈ ദ മൗണ്ടെയ്ൻസ് ലൊക്കേറ്റഡ് അഗെൻസ്റ്റ് ദയർ ഡയറക്ഷൻ റിസൾട്ടിങ് ഇൻ റെയിൻഫാൾ. Kerala, located in the western slopes of Western Ghats, receives heavy rainfall, while Tamil Nadu, located in the eastern slopes, gets low rainfall. Okay, this region is known as റെയിൻ ഷാഡോ റീജിയൻ. ഇവിടെ പറയുന്നത് നമ്മൾ ആൾട്ടിറ്റ്യൂഡാണ് നേരത്തെ പറയുന്നത്. ഹൈറ്റ് കൂടുന്തോറും കോൾഡായിരിക്കും, ഹൈറ്റ് കുറയും തോറും ആ കോൾഡ്നെസ് നമുക്ക് കുറഞ്ഞു വരും. മറ്റൊന്ന് പറയുന്നത് ഫിസിയോഗ്രഫിയാണ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. അതായത് ഇങ്ങനെ പർവ്വതങ്ങളൊക്കെ ഉള്ള പശ്ചിമഘട്ടം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കേരള. ഫിഗറിൽ കാണിക്കുന്നുണ്ട് റെയിൻ ഷാഡോ റീജിയൻ. കേരളത്തിലേക്ക് നിന്ന് വീശുന്ന കാറ്റ് പശ്ചിമഘട്ടത്തിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തിയിട്ട് അത് അപ്പുറത്തേക്ക് അവിടെ മഴ പെയ്യും, അപ്പുറത്തേക്ക് മഴ കുറവായിരിക്കും. തമിഴ്നാടുവിലേക്ക് മഴ കുറവായിരിക്കും. അങ്ങനെ മഴ കുറവായ പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയും? റെയിൻ ഷാഡോ റീജിയൻ. അതെന്തുകൊണ്ടാണ് അവിടെ മഴ കുറയാൻ കാരണം? അതായത് കിഴക്ക് നിന്നും വീശുന്ന കാറ്റ് എന്ത് ചെയ്യുന്നു? വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ അവിടെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തും കാറ്റ്. വെസ്റ്റേൺ ഗാർഡ്സ് തടഞ്ഞു നിർത്തുന്നു ആ കാറ്റിനെ. അപ്പോൾ അവിടെ മഴ പെയ്യും. പക്ഷേ അപ്പുറത്തേക്ക് പോവേണ്ട കാറ്റ് പോവാത്തത് കൊണ്ട് തമിഴ്നാട് അപ്പുറത്ത് എന്താണ്? വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ അപ്പുറത്ത് തമിഴ്നാടുമാണ്. അവിടെ മഴ വളരെ കുറവായിരിക്കും. അത് ഫിസിയോഗ്രഫിയാണ്. അപ്പോൾ 3 ഫാക്ടർ ഇവിടെ നമ്മൾ നോക്കി. ലാറ്റിറ്റ്യൂഡ് അല്ലേ, അക്ഷാംശ രേഖകൾ, ഹൊറിസോണ്ടൽ ലൈൻസാണ് ലാറ്റിറ്റ്യൂഡ്. 23.5 ഡിഗ്രിയാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ നോർത്തിലാണെങ്കിൽ എങ്ങനെയുള്ള ക്ലൈമറ്റാണ്? നമ്മൾ ടെമ്പറേറ്റ് ക്ലൈമറ്റാണ് നമ്മൾ പറയുന്നത്. മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. സദേൺ പാർട്ടിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഉഷ്ണ കാലാവസ്ഥയായിരിക്കും. പിന്നെ ആൾട്ടിറ്റ്യൂഡാണ് പ്രധാന ഘടകം. ഹൈറ്റ് കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും, നമ്മൾ പരസ്യം കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അവിടെ തണുപ്പ് റീജിയൻസാണ് ഊട്ടി, മൂന്നാർ. ഇങ്ങനെ ഫിസിയോഗ്രഫി പറഞ്ഞു, അതായത് ചില പർവ്വത മേഖലകൾ അല്ലേ, വെസ്റ്റേൺ ഗാർഡ്സ് പോലെ ഇങ്ങനെ മഴയെ കാറ്റിനെ മോയ്സ്ചർ കണ്ടൻസ്
വിൻഡായിരിക്കും വരുന്നത്. അവയെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ തടഞ്ഞു നിർത്തുമ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു, തൊട്ടപ്പുറത്തേക്ക് തീരെ മഴ ലഭിക്കാതെ വരും. അങ്ങനെ തൊട്ടപ്പുറത്ത് മഴ ലഭിക്കാതെ വരുന്ന ആ പ്രദേശത്തെയാണ് നമ്മൾ പറയുന്നത് റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. Area in close proximity to ocean experience humid climate, and areas far away from the ocean experience a relatively dry climate. ഇനി പ്രോക്സിമിറ്റി ടു ഓഷ്യൻ എന്ന് പറഞ്ഞു, അതായത് സമുദ്രത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ പൊതുവെ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയിരിക്കും, നല്ല കാലാവസ്ഥയായിരിക്കും. പക്ഷേ ഫാർ എവേ ഓഷ്യൻ ഫ്രം ദ ഓഷ്യൻസ് ഏരിയ ഫാർ എവേ ഫ്രം ദ ഓഷ്യൻ എക്സ്പീരിയൻസ് റിലേറ്റീവ്ലി ഡ്രൈ ക്ലൈമറ്റ്. സമുദ്രത്തിൽ നിന്നും സാമീപ്യം കുറയുന്തോറും നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? എക്സ്പീരിയൻസ് റിലേറ്റീവ്ലി dry climate. Proximity wind, the direction of the wind and the amount of moisture in its influence the climate. ഏത് ദിശയിൽ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതിൽ ആ വീശുന്ന കാറ്റിൽ എത്രത്തോളം മോയ്സ്ചർ, പൊടിപടലങ്ങളും പിന്നെ എന്താ പറയുക ജലാംശങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നത്. അത് ആ കാറ്റിൻ്റെ ഒരു ദിശയും ആ കാറ്റിൽ എത്രത്തോളം മോയ്സ്ചർ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ക്ലൈമറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം 5 ഫാക്ടേഴ്സും പറഞ്ഞില്ലേ നമ്മൾ? ഏതൊക്കെയാണ് പറഞ്ഞത്? ദ ലാറ്റിറ്റ്യൂഡ്, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇൻ നോർത്ത് എക്സ്പീരിയൻസ് ടെമ്പറേറ്റ് ക്ലൈമറ്റ്, വൈൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇൻ സൗത്ത് എക്സ്പീരിയൻസ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. Then altitude, when the height increases, the area of height increases, the we experience cold climate. Example Munnar, Ooty, like that. Then physiography, some areas, some Western Ghats, like in Kerala we know that Western Ghats, the moisture carried wind obstruct the slopes of Western Ghats, receives heavy rainfall, while Tamil Nadu, located in the eastern slopes, gets low rainfall. Then such region is known as rain shadow region. Next, proximity to ocean. Areas in close proximity to ocean experience humid climate, while areas far away from ocean experience relatively dry climate. Okay, next and last of one, the direction of wind and the amount of moisture in its influence the climate. Okay, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? ക്ലൈമറ്റ് അല്ലേ, ഒരു ഏരിയയിലെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, വിൻഡ് ആൻഡ് വിൻഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വെറും ഒരു പോയിൻ്റ് മാത്രമാണ്, അതായത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ആൻ ഏരിയ. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളവിടെ കമൻറ്റ് ചെയ്യണം. എന്നാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.